പരിക്കേറ്റ ഉമാ തോമസ് MLA ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്ന ഡോക്ടർമാർ 24 മണിക്കൂർ നിരീക്ഷണം അനിവാര്യമാണെന്ന് നേരത്തെ ഡോക്ടർമാരുടെ സംഘം പറഞ്ഞിരുന്നു. അല്പസമയത്തിനകം ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളൊക്കെ എല്ലാം സജീവമാണ്. നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സംഘം ഡോക്ടർമാരുടെ സംഘം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. 11 കൊണ്ട് അവർ അവിടെ എത്തും. ആ സംഘവും ഈ ഹോസ്പിറ്റലിൽ റെനെ മെഡിസിനിലെ അവരുടെ വിദഗ്ധ സംഘം കൂടി ചേർന്നിട്ട് ആലോചിച്ചിട്ടാകും എന്താണ് ചികിത്സ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. കൊണ്ടുവരുമ്പോൾ കുറച്ച് ഗുരുതരമായിരുന്നു കാര്യങ്ങൾ എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വെന്റിലേറ്റർ സപ്പോർട്ട് ആ സമയത്ത് കൊടുക്കേണ്ടി വന്നത്. തലച്ചോറിലെ പരിക്കാണ് അതിന് കാരണമായി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നു. BP അടക്കമുള്ള കാര്യങ്ങൾ സ്റ്റേബിൾ ആവാൻ വേണ്ടി കാത്തിരിക്കുന്നു. സ്റ്റേബിൾ ആണെന്ന് ചോദിച്ചതിന് 24 മണിക്കൂർ നിരീക്ഷണം എന്ന കാര്യമാണ് ഡോക്ടർമാർ പറയുന്നതും. മന്ത്രി P രാജീവും ഹൈബിയുടെ MPയും അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. സ്ഥിതി ഒരു ഗുരുതരമായ ആരോഗ്യാവസ്ഥ ഉണ്ട് എന്ന് തന്നെ ഹൈബിയുടെ MPയും പറയുന്നുണ്ട്. 24 മണിക്കൂർ ക്രൂഷ്യലാണ് എന്നുകൂടി പറയുന്നു. B ദിലീപ് കുമാർ തുടരുന്നു. ദിലീപ്, എപ്പോഴാണ് നമുക്ക് ആശുപത്രിയിൽ അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ പ്രതീക്ഷിക്കാൻ കഴിയുക? ഹാഷ്മി, രണ്ടാമത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ ഉണ്ടാകുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് മന്ത്രി P രാജീവും ഹൈബിയുടെ MPയും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒന്ന്, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ ഒരു 11 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സംഘം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചിട്ടുള്ളത്. അവർ ഈ റെനെ സിറ്റി ആശുപത്രിയിലെത്തി ഇവിടുത്തെ ഡോക്ടർമാരുമായി ചർച്ച നടത്തിയായിരിക്കും തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചൊക്കെ ഒരു ധാരണയിലെത്തുക. ഏതായാലും ഈ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇപ്പോൾ കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യയാണ്. മറ്റൊന്ന്, സുരക്ഷാ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഈ പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഹൈബിയുടെ MP ഇപ്പോൾ ആ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അവിടെ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല. 12,000-ഓളം നർത്തകർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിനപ്പുറത്തേക്ക് ഈ പരിപാടി കാണാൻ വീക്ഷിക്കാനെത്തുന്ന വലിയ ജനക്കൂട്ടമുണ്ട്. ഇവർക്കൊക്കെയായി ആ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അവിടുത്തെ ഗ്യാലറിയിൽ ഒരു പ്രത്യേക തയ്യാറാക്കിയ സ്റ്റേജാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല VIP-കൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 40ഓളം VIP-കൾക്കായി പ്രത്യേക സ്റ്റേജും പ്രത്യേക സ്ഥലവും ഇതിനുവേണ്ടി തയ്യാറാക്കിയിരുന്നു. അങ്ങനെ ഒരു സുരക്ഷാ മാനദണ്ഡം ഇത്തരം ഒരു പരിപാടി സംഘടിക്കുമ്പോൾ, ഇത്രയും വലിയ ജനക്കൂട്ടം എത്തുമ്പോൾ പാലിക്കേണ്ടതായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല. ഈ സ്റ്റെപ്പ് കയറി ഉമാ തോമസ് മുകളിലേക്ക് എത്തുന്നു. അവിടെ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവരുണ്ട്. മന്ത്രി സജി ചെറിയാനെ കൈവീശി കാണിക്കുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് ഈ ബാരിക്കേഡുകൾ ഇല്ലാത്തത്, അവിടെ ഒരു കൈവരികളില്ലാത്ത ചവിട്ടുപടിയാണ് ഉണ്ടായിരുന്നത്. അതിൽ പെട്ടെന്ന് തന്നെ ശരീരത്തിന് ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ കൈവരിയിലേക്ക് പിടിക്കാമെന്ന് ഉമാ തോമസ് കരുതിയിട്ടുണ്ടാവണം. അത് റിബണായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് താഴേക്ക് വീഴുകയാണ് ഉമാ തോമസ് ചെയ്തത്. നേരത്തെ ഇവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചത് വാരിയലിനും ശ്വാസകോശത്തിനും തലയ്ക്കുമാണ് ക്ഷതമേറ്റിട്ടുള്ളത്. ഇത് ഒരു വശം ഇടിച്ചാണ് ഉമാ തോമസ് വീണത്. അതുകൊണ്ട് തന്നെ ഈ ചെവിയുടെ ഈ ഭാഗത്തും അതോടൊപ്പം തന്നെ അതിന് ചെവിയോട് ചേർന്നുള്ള തലയുടെ ഭാഗത്തുമൊക്കെ പരിക്കുണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള രക്തസ്രാവം തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചു. CT സ്കാൻ അടക്കമുള്ളവ എടുത്തു. അത് പരിശോധിച്ചു. ഡോക്ടർമാർ വിലയിരുത്തി. ആന്തരിക രക്തസ്രാവം ഇപ്പോഴില്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒരു അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യവും ഇപ്പോഴില്ല എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. എങ്കിലും ഈ അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ പോലും സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് ഇപ്പോഴും ഉമാ തോമസ് ഉള്ളത്. മാത്രമല്ല, ശ്വാസകോശത്തിലേക്ക് ഈ വാരിയല് ഒടിഞ്ഞ് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഈ വാരിയലിലേക്ക് ഈ ശ്വാസകോശത്തിലേക്ക് കയറിയിട്ടുണ്ട്. അത് അവിടെ രക്തസ്രാവത്തിന് വഴിയൊരുക്കുന്നുണ്ട്. അത് ഈ ശ്വാസകോശത്തിൽ രക്തം കെട്ടിക്കിടക്കുന്നതിന് അത് ഇടയാക്കുന്നുണ്ട്. അവിടെ ഈ ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ കൊണ്ടുവരുമ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. അതിപ്പോൾ നിയന്ത്രണ വിധേയമാണ്. നിലവിൽ ആന്തരിക രക്തസ്രാവം ഇല്ല എന്നുള്ളതും ഒരു ചികിത്സാ വഴിയിൽ പ്രതീക്ഷ നൽകുന്നതല്ലേ ദിലീപ്? ഹാഷ്മി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഉമാ തോമസിനെ കാണുന്നതിനായി. ഏതായാലും അല്പസമയം മുമ്പ് ഹാഷ്മി ചോദിച്ചതുപോലെ അത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. പക്ഷേ
അത് ആ നിലയിലുള്ള ഒരു വലിയ പ്രതീക്ഷ എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. പക്ഷേ അത് മെച്ചപ്പെടുത്തുന്നതിനും ഉമാ തോമസിനെ വീണ്ടും എത്രയും വേഗം സജീവമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് തന്നെ കൊണ്ടുവരുന്നതിനും ഉള്ള തീവ്ര ശ്രമങ്ങളാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 24 മണിക്കൂർ നിർണായകമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കോട്ടയത്തു നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ കൂടി എത്തുന്നതോടുകൂടി ചികിത്സയിൽ തുടർന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ധാരണയാകും. അത് ഈ ഡോക്ടർമാരുടെ വരവ് കാത്തിരിക്കുകയല്ല ഇവിടെ ആശുപത്രിയിലുള്ള ഡോക്ടർമാർ. അവരെ കൊണ്ട് സാധ്യമാകുന്ന തരത്തിലുള്ള ചികിത്സകളെല്ലാം നൽകുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർമാരെല്ലാം എത്തിയിട്ടുണ്ട്. എറണാകുളത്തെ തന്നെ വിദഗ്ധരായ ഡോക്ടർമാരുടെ അഭിപ്രായം ഇപ്പോൾ ആരാഞ്ഞിട്ടുണ്ട്. പല ആശുപത്രികളിലെയും വിദഗ്ധരായ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ചികിത്സ പുരോഗമിക്കുന്നത്. ഏതായാലും ഡോക്ടർമാർ ഇപ്പോൾ ഈ വെന്റിലേറ്ററിൽ കഴിയുന്ന ഉമാ തോമസിനെ അതിൻ്റെ ഈ ഓരോ ഘട്ടത്തിലും അതിൻ്റെ പരിശോധനകളൊക്കെ നടത്തി അതിൻ്റെ ചികിത്സ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടരുകയാണ്. ഏതായാലും ഉമാ തോമസിനെ എത്രയും വേഗം തന്നെ നമ്മുടെ സജീവമായ പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അവർ തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി.